മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഓണമെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് അല്ലെ. അപ്പോൾ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഓണം ചേർന്ന് വരുന്ന ചില പദങ്ങളെ പറ്റിയിട്ടാണ്. ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഓണം ചേർന്ന് വരുന്ന പദം ഏതാണെന്നറിയോ? ഓണക്കോടി തന്നെയാണ്. ഓണക്കോടി ഇല്ലാതെ എന്ത് ആഘോഷം അല്ലെ. അതോടൊപ്പം തന്നെയാണ് ഓണത്തുമ്പികൾ. ഇന്ന് നാട്ടിൽ കാണാനില്ലാത്ത ഒന്ന് എന്ന് എടുത്തു പറയണം. കാരണം പണ്ട് കാലത്ത്, നമ്മുടെ കുട്ടിക്കാലത്ത് ഈ പൂക്കളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊടികളിലും പറമ്പുകളിലൊക്കെ പോകുന്ന സമയത്ത്, അപ്പോൾ ഈവനിങ് ടൈം ആകട്ടെ, പിറ്റേ ദിവസം രാവിലെ സമയമൊക്കെ ആകട്ടെ, നിറയെ തുമ്പികളുണ്ടാവും. അതൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഓണത്തുമ്പികൾ ഇന്നൊരു ഓർമ്മയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ കേട്ടോ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നാട്ടിലതൊന്നുമില്ല. പിന്നെ ഓണപ്പൂക്കൾ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിരുന്ന കുറേ പൂക്കളുണ്ടായിരുന്നു. അന്ന് നമ്മൾ ശേഖരിക്കുന്നതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ തുമ്പപ്പൂ എന്ന് പറഞ്ഞ തുമ്പപ്പൂ, തുളസിപ്പൂ, പിന്നെ നാലുമണിപ്പൂവ്, അതുപോലെ ശംഖുപുഷ്പം, പിന്നെ ഈ ഒരു വെള്ളപ്പൂക്കളുണ്ട്, എനിക്ക് പേരറിയില്ല. വെള്ളപ്പൂക്കൾ ഇങ്ങനെ കുടം പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ പൂക്കൾ, അങ്ങനെ കുറേയധികം പൂക്കളുണ്ടായിരുന്നു അന്ന്. അതൊന്നും ഇന്ന് അവൈലബിൾ അല്ല അല്ലേ. അപ്പോൾ ഓണപ്പുടവയായി, ഓണപ്പൂക്കളായി, ഓണത്തുമ്പിയായി, ഇനി ഓണത്തപ്പൻ. ഓണത്തപ്പനില്ലാതൊരു ഓണം ഉണ്ടോ നമുക്ക്? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട മാവേലി വർഷത്തിൽ ഒരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് തന്നെ. അദ്ദേഹം ഒരു ദിവസമേ വരികയുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് ചിങ്ങം പിറന്നു കഴിഞ്ഞാൽ, ചിങ്ങം 1 മുതൽ ആ മാസക്കാലം മുഴുവൻ ഓണമാണ്. മാവേലിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണല്ലേ. എല്ലാവരും ഒത്തൊരുമിച്ച് ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കാൻ സാധിക്കുന്നതിൽ. അതുപോലെ ഓണപ്പുടവ, ഓണത്തപ്പൻ, ഓണത്തുമ്പി, അതുപോലെ ഓണപ്പാട്ടുകൾ. എത്രയെത്ര മനോഹരമായ ഓണപ്പാട്ട്. ഓണപ്പാട്ടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ദാസേട്ടൻ ആലപിച്ച ഒരുപാട് പാട്ടുകളുണ്ട്. തരങ്കിണിയുടെ ഒരുപാട് പാട്ടുകൾ. ഓണം ഏറ്റവും കളറായി മാറുന്നതെന്ന് ഈ ഓണപ്പാട്ടുകൾ എത്തുമ്പോഴാണ്. അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെയായി ഓണവിശേഷങ്ങളും. സോ വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ്. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം റേഡിയോ ലൈവ്, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.